ഹായ് കൂട്ടുകാരെ, ഇന്ന് നമുക്കൊരു ചക്ക കൊണ്ട് ഒരുപാട് ചക്ക വറുത്തത് ഉണ്ടാക്കാം. പറമ്പിലൊക്കെ പോയി ചക്ക ഇട്ട് ദേ വെട്ടി പൊളിച്ചുകൊണ്ടിരിക്കാട്ടാ. അപ്പോൾ 2 പീസും കിട്ടി. ദേ കയ്യിൽ പിടിച്ച് ഞാൻ ബാഹുബലിയിലത്തെ പോലെ നിൽക്കാട്ടാ. അങ്ങനെ കയ്യിൽ വെളിച്ചെണ്ണയൊക്കെ തേച്ചു, അല്ലെങ്കിൽ ഇതിൻ്റെ പശ നമ്മുടെ കൈ മുട്ടി പിടിച്ചിട്ട് ഒന്നിനും കൊള്ളാണ്ടാവും. അപ്പോൾ ഇതിന് ഞങ്ങളുടെ അവിടെ പറയാ ചക്കമുളഞ്ഞൻ എന്നും പറയും ഈ പശേനെ. അങ്ങനെ ഞാൻ ഇതിൻ്റെ ചവണിയൊക്കെ മാറ്റിയിട്ട് ഇതേ നമ്മുടെ ചുള പറിച്ച് തുടങ്ങിയിട്ടാ. ചുള ഓരോന്നായിട്ട് പറിച്ച് മുറത്തിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ, ഓരോ ചുളയും. അത് കഴിഞ്ഞിട്ട് പിന്നെ നുറുക്കിക്കൊണ്ടിരിക്കന്നെ, ഒരു രക്ഷയില്ല, തീർന്ന് കാണാനില്ല. ഇത് നുറുക്കും തോറും കൂടി വരാൻ തോന്നുന്നുണ്ട്. എനിക്ക് ഈ അവസ്ഥ കാണുമ്പോഴേ പഞ്ചാബി ഹൗസിലെ രമണൻ ഷൂ പോളിഷ് ചെയ്യിക്കുന്ന അവസ്ഥയില്ലേ, ആ ഒരവസ്ഥയാണ് എനിക്കിപ്പോൾ ഇത് കാണുമ്പോൾ തോന്നുന്നത്. നിങ്ങൾക്ക് എന്താ തോന്നുന്നത്? അതേ കണ്ട, കഴിഞ്ഞിട്ടൊന്നുമില്ല, വീണ്ടും തുടങ്ങിയിട്ടുള്ളൂ എന്നൊക്കെ പറയില്ലേ. അങ്ങനെ പതുക്കെ പതുക്കെ നുറുക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ ചെറുതായിട്ട് കൈയൊന്നും മുറിഞ്ഞു, വലിയ കാര്യമൊന്നും ആക്കിയില്ല, എന്നാലും നുറുക്കി. ഇനി ഈ പണി കഴിഞ്ഞിട്ട് വേണ്ട അടുത്ത പണിയിലേക്ക് കയറാനായിട്ട്. വെക്കേഷൻ ആയതുകൊണ്ട് പിള്ളേരൊക്കെ വെയിറ്റിങ്ങിലാണ് ഇത് കഴിക്കാനായിട്ട്, പാവം. അതുകൊണ്ട് ഞാൻ നേരം കളഞ്ഞില്ല, ഇരുന്ന ഇരിപ്പന്നെ നുറുക്കിക്കൊണ്ടേയിരുന്നു. ഇപ്പോൾ കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് സെറ്റായിട്ടാ. എങ്ങനെയുണ്ട്? സൂപ്പറായിട്ടില്ലേ? എനിക്ക് നല്ല ഭംഗിയായിട്ട് തോന്നിയിട്ടാ. നിങ്ങൾക്ക് എങ്ങനെയായിട്ട് തോന്നണേ? അങ്ങനെ വിറകടുപ്പിൽ ചട്ടിയും വെളിച്ചെണ്ണയും ഒഴിച്ച് ചൂടായപ്പോൾ ദേ ഞാൻ ഇടാനായിട്ട് തയ്യാറായിട്ട് നിൽക്കുക. കൈ ഇനി പൊള്ളാണോ? ദേ ഇട്ടൊക്കെ കഴിഞ്ഞു. വിതറങ്ങട്ട് ഭാര്യ വിതറ എന്നൊക്കെ പറയില്ലേ. എനിക്ക് ചക്ക സീസൺ ആയി കഴിഞ്ഞാൽ ചക്ക വറക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ്, അതിനേക്കാൾ കൂടുതൽ തിന്നാൻ. ഇത് അപ്പോൾ ചെറുതായിട്ടൊന്ന് ഇളക്കി കൊടുത്തു. ആ ടൈമിൽ അത് വേവട്ടെ എന്ന് വെച്ച് ഫ്രിഡ്ജിൽ നല്ല ചക്ക പഴുത്തത് ഞാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അതിങ്ങനെ എടുത്തു കൊണ്ടുവന്ന് സൈലൻ്റായിട്ട് ഇരുന്ന് കുറച്ച് നേരം അത് കഴിച്ചു. അപ്പോഴേക്ക് നമ്മുടെ അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കാനായിട്ട് ഞാൻ വന്നു. അടുക്കളയൊക്കെ ഒന്ന് വൃത്തിയാക്കി, നല്ലൊരു ന്യൂസ് പേപ്പറൊക്കെ വിരിച്ചു. അപ്പോൾ ഏകദേശം നമ്മുടെ ചക്ക വറുത്തത് സെറ്റായിട്ടുണ്ട് കേട്ടോ. ഞാൻ അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. അപ്പോൾ എൻ്റെ മൗഗ് വന്നിട്ട് പറഞ്ഞു അതിലൊന്ന് കൈയിട്ട് നോക്കാൻ, തിളച്ച വെളിച്ചെണ്ണയിലേ. അത് കഴിഞ്ഞിട്ട് ഞാൻ ഒക്കെ സെറ്റായിട്ടുണ്ട്. എങ്ങനെയുണ്ട്? സൂപ്പറായിട്ടില്ലേ? ഇതാണ് എൻ്റെ ചക്ക വറുത്തത്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ എൻ്റെ ചെറപറ വർത്താനം നിങ്ങൾ ഒരുപാട് സഹിച്ചിട്ടുണ്ടാവില്ലേ. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ എന്തായാലും വരും. എല്ലാവരും ലൈക്ക് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, കമൻറ്റും ചെയ്യണം. എങ്ങനെ നിങ്ങളുടെ സ്വന്തം രജനീകാന്തിൻ്റെ റെസിപ്പി ഉണ്ടാക്കി ചക്ക വറുത്തത്. വല്ലപ്പോഴും ഒരിക്കലൊക്കെ ഇതൊക്കെ ഉണ്ടാവുള്ളൂ സീസണിൽ. അപ്പോൾ നല്ല നല്ല കട്ടൻ ചായയൊക്കെ കൂട്ടി 4 മണി നേരത്തെ നമ്മൾ ചക്ക വറുത്താണ്ട് തിന്നുമ്പോൾ ചുറ്റുള്ളതൊന്നും കാണില്ല സാറേ.